കുട്ടികളിൽ കൂടുതൽ കാഴ്ചവൈകല്യങ്ങൾ കണ്ടുവരുന്നു. അതാണ് കേരളത്തിനെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. കുട്ടികളിൽ കാഴ്ചക്കുറവ് വരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് ഫാക്ടറാണ്. അതായത് ഫാമിലിയിൽ, കുടുംബത്തിൽ ആർക്കെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ കുട്ടികളിൽ തീർച്ചയായിട്ടും അത് വരാം. അത് മാതാവിനോ പിതാവിനോ ആകണോ നിർബന്ധമല്ല. ഒരു 3 ജനറേഷൻസ് അപ്പുറത്തും ആകാം. രണ്ടാമത്, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കുട്ടികളിപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാറേ ഇല്ല. അതായത് അവർ കൂടുതലും വീടിനകത്തിരുന്ന് ടി വി കാണുകയോ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുകയോ പുസ്തകം വായിക്കുകയാണ് കണ്ടുവരുന്നത്. ഈ വെളിയിൽ പോയി ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികളിൽ, അതായത് നാട്ടിൻപുറത്തുള്ള കുട്ടികളിൽ കണ്ണട വെപ്പ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം അവർ ദൂരെ ഒരു കിളിയെ കാണാം, മരത്തിലൊരു അണ്ണാനെ കാണാം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ദൂരക്കാഴ്ച ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി നമ്മുടെ ബോഡിയിലുണ്ടാവും. നമ്മൾ എവല്യൂഷൻ്റെ ഭാഗമാണ്. ഒരു നീഡ് അനുസരിച്ചാണ് നമ്മുടെ ശരീരം എവല്യൂഷനിൽ വരുന്നത്. അപ്പം നമുക്ക് ദൂരക്കാഴ്ചയുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ദൂരക്കാഴ്ച ഡെവലപ്പ് ആകുന്നുള്ളൂ. അപ്പോൾ അകത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ദൂരക്കാഴ്ചയുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൂടാതെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു പഠനം നടത്തിയതിൽ കണ്ടുപിടിച്ചത്, മിനിമം ഒരു 40 മിനിറ്റ്സിലും സൂര്യപ്രകാശമായിട്ട് കുട്ടി എക്സ്പോസ്, അതായത് ഡയറക്റ്റ് സൂര്യനെ നോക്കണമെന്നല്ല, സൂര്യത്തിൻ്റെ വെളിച്ചത്തിൽ വെളിയിൽ കളിക്കുന്ന കുട്ടികളിൽ ഷോർട്ട് സൈറ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ ഡയറ്റാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും കുട്ടികൾ കഴിക്കുന്നത്. അതിനകത്ത് തന്നെ ബ്രോയിലർ ചിക്കൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് സ്റ്റീറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിനെ വണ്ണം വെപ്പിക്കാനായിട്ട്. ആ സ്റ്റീറോയിഡ്സ് വരുമ്പം തന്നെ ഷോർട്ട് സൈറ്റ് അതിൻ്റെ കൂടെ വരും. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് പുഴ മത്സ്യങ്ങളാണ്, അതായത് ഹൈ ഓയിൽസ് ഉള്ള മീനുകൾ കഴിക്കാൻ പറയുമ്പോൾ സാധാരണ മാതാപിതാക്കൾ വറുത്ത് കൊടുക്കും മീൻ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കറി വെച്ചോ പറ്റിച്ചോ കൊടുക്കുന്ന പുഴമീനാണ് കണ്ണിന് ഏറ്റവും നല്ലത്. കൂടാതെ ചീര ഒക്കെ കഴിച്ചാൽ, ക്യാരറ്റ് നമുക്കെല്ലാവർക്കും അറിയാം വളരെ നല്ലതാണ്, പക്ഷേ ചീര അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടി വി നമ്മൾ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കാണാൻ ഒരു രീതിയുണ്ട്. അതായത് ഒരു ടി വി മോണിറ്റർ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, LCD TV അല്ലായിരുന്നെങ്കിൽ ഈ ഡയഗണൽ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിന് 7 മടങ്ങ് അപ്പുറമേ കുട്ടിയിരുന്ന് കാണാൻ പാടുള്ളൂ. LCD TV ആണെങ്കിൽ അതിന് 3 മടങ്ങ് ആയാലും മതി. എങ്കിലും കാണുന്നതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ചരിഞ്ഞിരുന്ന് ടി വി കാണുക, സോഫയിൽ ചാഞ്ഞ് കിടന്ന് ടി വി കാണുകയാണെങ്കിൽ അസ്റ്റിഗ്മാറ്റിസ് അങ്ങനത്തെ പവറുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ടി വി നമ്മൾ കാണുമ്പോൾ വളരെ ഹൈറ്റിൽ വെച്ച് കണ്ണിൽ സ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ, കമ്പ്യൂട്ടർ ഗെയിംസും കൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ കൂടുതലും കളിച്ചു വരുന്നത് വാർ ഗെയിംസാണ്. അതായത് ബോംബ് പൊട്ടുക, തീ പൊട്ടുക. നമ്മുടെ കണ്ണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തീയോ ഏതെങ്കിലും അപകടമോ കണ്ടാൽ അത് കണ്ടിട്ട് തിരിഞ്ഞോടാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ബോംബ് പൊട്ടുന്നതും തീയും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഗെയിമിൽ കൂടെ. അത് താങ്ങാനുള്ള പ്രോസസ്സിങ് റേറ്റോ കപ്പാസിറ്റിയോ നമ്മുടെ ഞരമ്പിൽ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ കൂടുതലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് നമ്മുടെ കുട്ടികളിൽ കൂടുതൽ കാഴ്ച വൈകല്യങ്ങൾ കണ്ടുവരുന്നത്.